കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് BSNL 4G സേവനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ജിയോ തരംഗം വന്നതോടുകൂടി BSNL ഉൾപ്പെടെയുള്ള ഐഡിയ, വോഡഫോൺ തുടങ്ങിയിട്ടുള്ള എല്ലാ മൊബൈൽ കമ്പനീസും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടം BSNL ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ 2016-2017 ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിൽ നിന്നും 700 കോടിയോളം രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BSNL സാധിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു കണക്ക്. അതിന് പ്രകാരം ആദ്യം കേരളത്തിലാണ് ഈ ഒരു 4G സേവനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ജിയോയ്ക്ക് ശേഷം എയർടെൽ, വോഡഫോൺ തുടങ്ങിയിട്ടുള്ള മറ്റു മൊബൈൽ കമ്പനീസ് എല്ലാം തന്നെ 4G കൊണ്ടുവന്നെങ്കിലും BSNL 4Gയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് കേരളത്തിൽ വരും, അതും 3G സൗകര്യം അല്ലെങ്കിൽ 3G തന്നെ വളരെ റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ആദ്യം 4G കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ BSNL വാർത്തകൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ ഒഡീസയിലേക്കായിരിക്കും പോവുക. അതിനെ തുടർന്ന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി BSNL സേവനം വ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത. 2018 മെയ് ആകുമ്പോഴേക്കും 10,000 4G ടവർ കൂടി സ്ഥാപിക്കാനുള്ള നീക്കം BSNL ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 10 കോടി യൂസേഴ്സ് ആണ് BSNL ഉള്ളത്. 4G സേവനം കൂടി വരുന്നതോടുകൂടി BSNL റീച്ച് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്കുകൂട്ടൽ. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഫേസ്ബുക്കും യൂട്യൂബും തമ്മിലുള്ള മത്സരം കുട്ടികളിയല്ല, നല്ല കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ലൈവ് അവതരിപ്പിച്ചതോടുകൂടി യൂട്യൂബ് ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് യൂട്യൂബിലും ലൈവ് ഓപ്ഷൻ മൊബൈൽ വഴി ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ കടത്തി വിട്ടുന്ന ഒരു പുതിയ ടെക്നോളജി ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂട്യൂബിൽ നമ്മൾ മെയിനായിട്ട് കയറുന്നത് പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ പാട്ടുകൾ കേട്ട് കാണുക എന്നുള്ള ആ ഒരു ഭാഗം ഇനിയിപ്പോൾ ഫേസ്ബുക്കിലും വരാൻ വേണ്ടി പോവാണ്. അതായത് ഫേസ്ബുക്കിലും നമുക്ക് സംഗീതം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. യൂട്യൂബിനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചിട്ട് ഫേസ്ബുക്ക് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ലോകപ്രസിദ്ധ സംഗീതജ്ഞരുടെ ഗാനങ്ങൾ കോപ്പിറൈറ്റോടുകൂടി FB പേജുകളിൽ ഇനി ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. ഫേസ്ബുക്ക് യൂസേഴ്സിന് സോങ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും FB, ഓക്കുലസ്, ഇൻസ്റ്റ തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെ ഷെയർ ചെയ്യാനും സാധിക്കും. ഇത് യൂട്യൂബിന് കടുത്ത വെല്ലുവിളിയാകും, മത്സരം കുറച്ചുകൂടി കനക്കും. ഫേസ്ബുക്ക് ഒരു പുതിയ ഫീച്ചർ കൂടി കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതിന്റെ പേര് സ്നൂസ് എന്നാണ്. പേജുകളെ അല്ലെങ്കിൽ വ്യക്തികളെ, ഗ്രൂപ്പുകളെ ഒക്കെ നമുക്ക് അൺഫോളോ ചെയ്തിടാൻ വേണ്ടി സാധിക്കും. സ്നൂസ് ചെയ്യുന്നതോടുകൂടി ഒരു 30 ഡേയ്സിൽ അവരെന്ത് അപ്ലോഡ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ന്യൂസ് ഫീഡിൽ വരാണ്ടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അത് കാണാതിരിക്കാൻ വേണ്ടി പറ്റും, അൺഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇത് അവരറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പിന്നെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്നൂസ് എന്ന പരിപാടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തവരെ അവർക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല 30 ഡേയ്സ് കഴിഞ്ഞിട്ടേ അവരെ ഫോളോ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അത് തിരുത്താനും സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടെക് വാർത്ത എന്ന് പറയുന്നത്, ഐഫോണിനെതിരെ യൂസേഴ്സ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പുതിയ മോഡൽസിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഴയ മോഡൽസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഐഫോൺ പ്രയോഗിക്കുന്നതാണ് അത്ര. അതായത് പഴയ ഐഫോണുകളുടെ സ്പീഡ് കുറയ്ക്കുന്ന രീതിയിൽ എന്തോ ഒരു പരിപാടി തക്കിട ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പ്രകാരം പല സ്ഥലങ്ങളിൽ നിന്നും ഐഫോണിനെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അമേരിക്കൻ ഐഫോൺ യൂസേഴ്സ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് രംഗത്ത് വന്നത്. മനഃപൂർവ്വം പഴയ ഫോണുകളുടെ സ്പീഡ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് പരാതി. ബാറ്ററി പഴകുന്നതോറും ആപ്പിൾ ഗാഡ്ജറ്റിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഒരു രഹസ്യ പവർ മോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പുതുക്കിയ പതിപ്പുകളിൽ ആപ്പിൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ് ആരോപണം. ടെക് ലോകത്ത് പുതിയ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുപോലെയുള്ള ആരോപണങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എനിവേസ് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കുറെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.